നമസ്കാരം. ശ്രീമതി ഷിജി ചെല്ലാങ്കോട് രചിച്ച കേൾക്കാത്ത ചിറകടികൾ എന്ന 69 ചെറുതും വലുതുമായ കവിതകളുടെ സമാഹാരമാണ് എൻ്റെ കൈവശം ഉള്ളത്. താലിയേറ്റവളിൽ തുടങ്ങി കളിമണ്ണിലെ കവിതയിൽ അവസാനിക്കുന്ന 69 ചെറു കവിതകളിലൂടെ ചെറുതും വലുതുമായ കവിതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അസാധാരണ ജീവിത സാഹചര്യങ്ങളെ വളരെ സമാധാനപൂർവം നേരിട്ട് ജീവിത വിജയത്തിലേക്ക് പോയ ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതത്തിലെ അടിയൊഴുക്കുകൾ വളരെ തന്മയീഭാവത്തോടുകൂടി ഈ കവിതകളിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പരമ്പരാഗതമായി പിന്തുടരുന്ന കെട്ടുപാടുകളിൽ നിന്ന് മാറി സ്വാതന്ത്ര്യത്തിലെ ആസ്വാദ്യതയും ആശ്വാസവും തേടുന്നവരാണ് ആധുനിക സ്ത്രീ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം. ബന്ധുര കാഞ്ചന കൂടിൻ്റെ മായികമായ വലയം ഭേദിച്ചുകൊണ്ട് ആകാശ വിശാലതയിലേക്ക് പറന്നുയരാൻ ശ്രമിക്കുന്നവരാണ് ആധുനിക സ്ത്രീ സമൂഹത്തിൽ ഏറെ പേർ. പക്ഷേ അവർക്കുമേൽ സാധാരണയായിട്ട് ധിക്കാരികൾ അല്ലെങ്കിൽ സ്ത്രീപക്ഷ രചനയുടെ വക്താക്കൾ ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ അല്ലെങ്കിൽ ലിംഗസമത്വത്തിൻ്റെതായ നിരവധി ആരോപണങ്ങൾ നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. ഏകാന്തതയും വിരഹവും സ്നേഹരാഹിത്യവും സ്ത്രീ ജീവിതത്തെ തിക്തമാക്കുമ്പോഴും അത്തരത്തിലുള്ള സങ്കടങ്ങളിൽ പെട്ടുഴലാതെ പ്രണയത്തിൻ്റെ ചതിക്കുഴികളിൽ അകപ്പെടുമ്പോഴും ആ കപടനാടകത്തിൽ സങ്കടപ്പെടാതെ ജീവിതത്തിൻ്റെ ഉൾവിളികളെ സ്വാംശീകരിച്ചുകൊണ്ട് ഒരു നക്ഷത്രമായി പറന്നുയരാൻ ശ്രമിക്കുന്നവരാണ് ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളേറെ പേർ. കാലിക യാഥാർത്ഥ്യങ്ങളോട് സംവദിച്ചും കലഹിച്ചും സമരസപ്പെട്ടും പൊട്ടിത്തെറിച്ചും മുന്നേറുന്ന കവയിത്രിക്ക് വഴങ്ങാത്തതായി ഒരു ജീവിത സാഹചര്യവുമില്ല കവിത എഴുത്തിൽ. ഇതിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളോട് അങ്ങേയറ്റം പ്രതിഷേധിക്കുകയാണ് കവയിത്രി അഭിമന്യു എന്ന കവിതയിലൂടെ. അതുപോലെ മറ്റൊരു കവിതയിൽ ഒരു കുടുംബിനി ജീവിത പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുമ്പോൾ ആത്മഹത്യയിലേക്ക് തിരിയുകയാണ് അവരുടെ മനസ്സ്. ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ അവരുടെ ഉള്ളിലെ ഒരു ഉണർവുള്ള സ്ത്രീ പ്രവർത്തിക്കുകയാണ്, അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. എൻ്റെ ജീവിതം അങ്ങനെ ഒരു ആത്മഹത്യയിലൂടെ നശിപ്പിക്കാനുള്ളത് അല്ല എന്നും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുവാനുള്ളതാണെന്നും അവർ ഈ കവിതയിലൂടെ കാട്ടിത്തരികയാണ്. ഇത് ആധുനിക സമൂഹത്തിലെ സ്ത്രീകൾക്കൊരു പ്രേരണയാകുന്ന ഒരു ജീവിത യാഥാർത്ഥ്യത്തെയാണ് വളരെ സൂക്ഷ്മമായിട്ട് മനോഹരമായ വരികളിലൂടെ ശ്രീമതി ഷിജി ചെല്ലാങ്കോട് അവതരിപ്പിച്ചിരിക്കുന്നത്. ദീർഘകവിതകൾ മാത്രമല്ല ഹ്രസ്വ കവിതകളും ഏറെയുണ്ട് ഈ സമാഹാരത്തിൽ. ഇപ്പോൾ ഷിജിയുടെ കവിതകൾ ഏറെ വട്ടമുള്ള വായനയിലൂടെ മാത്രമേ നമുക്ക് നല്ലതുപോലെ ഹൃദ്യസ്ഥമാക്കാൻ പറ്റൂ. പല വരികൾ വായിക്കും, പല വരികളിലൂടെ കടന്നു പോകുമ്പോഴും വരികൾക്കിടയിലെ വായനയാണ് കവിത ഏറെ ഹൃദ്യമാക്കുന്നത്. ഏറെ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന വരികളുണ്ട്, നമ്മളെ സന്തോഷിപ്പിക്കുന്ന വരികളുണ്ട്, അതിജീവനത്തിൻ്റെ ഗാഥകളാകുന്ന സ്ത്രീപക്ഷ രചനകളുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ പരിപ്രേക്ഷ്യങ്ങൾ വളരെ സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ഈ കവിതകളെല്ലാം. ഈ ഏറെ ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുമ്പോൾ തന്നെ ഈ കവി ഇടതുപക്ഷ ആഭിമുഖ്യത്തിൽ നിന്ന് മാറി വേറിട്ട് നിന്നുകൊണ്ട് ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്നതിനോടൊപ്പം തന്നെ വേറിട്ട ശബ്ദം, ആ ഇടതുപക്ഷ ആഭിമുഖ്യത്തിലെ വേറിട്ട ശബ്ദമായിട്ട് അവരുടെ ചില കവിതകൾ മാറുന്നു. തനിക്ക് പറയാനുള്ളത് വ്യക്തമായും സ്പഷ്ടമായും ഉറക്കെ പുരുഷ സമൂഹത്തോട് വിളിച്ചു പറയാൻ കവയിത്രി ഏറെ നമ്പരത്തോടു കൂടിയാണെങ്കിൽ അവർ വിളിച്ചു പറയുകയാണ്. ഇത് വായിക്കുന്ന ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അത് ഏറെ പ്രേരണാദായകമായ ഒരു വസ്തുതയായി മാറുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും ജീവിതം ക്രമപ്പെടുത്തുന്ന ഒരാൾ, അയാൾക്ക് അതിന് ഭാഷ ഒരു ആയുധമായി മാറുകയാണ്. അത് അവരെ ഏറെ ആനന്ദിപ്പിക്കുന്നു. അത് വായനക്കാർക്കും ആ ആനന്ദം, കവയിത്രി അനുഭവിക്കുന്ന ആനന്ദം ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായും ഷിജി ചെല്ലാങ്കോട് ഇവിടെ ഈ കവിതാ സമാഹാരത്തിലൂടെ, തൻ്റെ 3ാമത്തെ കവിതാ സമാഹാരത്തിലൂടെ വേറിട്ട് നിൽക്കുന്ന ഒരു കവയിത്രിയാണ്. ഈ കവിതാ സമാഹാരം നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കവിതകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അത് ബോധ്യപ്പെടും. ശക്തമായ ഭാഷയും അതേസമയം അത് വളരെ സരളമായ രീതിയിലാണ് കവയിത്രി ആവിഷ്കരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ
ബിയോൺ പബ്ലിക്കേഷൻസ് ആണ് ഈ കവിത സമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. തീർച്ചയായും വായിക്കണം. വളർന്നു വരുന്ന ഈ കവയത്രിക്ക് ശ്രീമതി ഷിജി ചെല്ലാങ്കോടിന് കേൾക്കാത്ത ചിറകടികൾ എന്ന ഈ മനോഹരമായ കവിതാ സമാഹാരം നമുക്ക് നൽകിയതിന് അവരെ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. കവയത്രിക്ക്, അവരുടെ കവിതയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി.